ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്വർഗത്തിലെ ദൂതന്മാർ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 1-ാം അധ്യായം 51-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. നമുക്കൊരു വലിയ കുടുംബമുണ്ട്. സ്വർഗീയ രാജാവ് നമ്മുടെ പിതാവാണ്. നമ്മുടെ കുടുംബത്തിൽ ഈ ലോകത്ത് നമുക്ക് വിശുദ്ധന്മാരുണ്ട്. നമുക്ക് സ്വർഗീയ ദൂതന്മാരും കെരൂബുകളും സെറാഫീൻകളും ഉണ്ട്. ഏതൊരു മനുഷ്യനും ക്രൂശിൽ വന്ന് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിനെ തന്റെ ദൈവമായി സ്വീകരിക്കുമ്പോൾ അവൻ മഹത്വമുള്ള സ്വർഗീയ കുടുംബത്തിൽ ചേരുന്നു. തിരുവെഴുത്തുകൾ പറയുന്നു, എന്നാൽ നിങ്ങൾ സിയോൻ പർവ്വതത്തിലും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിലും അസംഖ്യം ദൂതന്മാരുടെ കൂട്ടത്തിലേക്കും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയിലേക്കും ദൈവത്തിന്റെ അടുക്കിലേക്കും വന്നിരിക്കുന്നു. എല്ലാവരുടെയും ന്യായാധിപൻ തികഞ്ഞ മനുഷ്യരുടെ ആത്മാക്കൾക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിനോടും ഹാബേലിനേക്കാൾ മികച്ച കാര്യങ്ങൾ സംസാരിക്കുന്ന തളിക്കുന്ന രക്തത്തിനും എന്ന് എബ്രായർ 12-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ആകാശം തുറക്കപ്പെടുമ്പോൾ നമ്മുടെ നടുവിൽ ദൂതന്മാർ ഇറങ്ങി വരുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അവ ഉത്തരം നൽകുന്നു. യുവാവായ യാക്കോബ് അനാഥനായി ഒറ്റയ്ക്ക് യാത്ര ചെയ്തപ്പോൾ കർത്താവ് അവനെ കാണിച്ചു. ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഗോവേണി, അതിന്റെ മുകൾ ഭാഗം സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. അവിടെ ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ഇത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ആ ഗോവേണി യേശുക്രിസ്തുവിന്റെ പ്രതീകമാണ്. നമ്മുടെ സ്വർഗീയ കുടുംബത്തിൽ ആയിരക്കണക്കിന് ദൂതന്മാരുണ്ട്. അവരെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു, അവരെല്ലാം രക്ഷയെ അവകാശമാക്കുന്നവരെ ശുശ്രൂഷിക്കാൻ അയച്ചിരിക്കുന്ന ശുശ്രൂഷ ആത്മാക്കളല്ലയോ എന്ന്. ഇത് എബ്രായർ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. റോമൻ സൈന്യത്തിൽ ഒരു ശതാധിപന്റെ നേതൃത്വത്തിൽ 100 പടയാളികൾ ഉണ്ടാകും. എന്നാൽ ആ ശതാധിപൻ പോലും പറഞ്ഞു, ഞാനും അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യനാണ്. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകൂ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരൂ എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എന്റെ ദാസൻ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവൻ അത് ചെയ്യുന്നു എന്ന്. ഇത് മത്തായി 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ മന്ത്രവാദം ചെയ്യുന്നവർക്ക് അവരുടെ കൽപ്പനകൾ നടപ്പിലാക്കാൻ 100 ചെറിയ പിശാചുക്കൾ ഉണ്ടായിരിക്കും. ശീമോൻ പത്രോസ് മഹാപുരോഹിതന്റെ ദാസന്റെ ചെവി മുറിച്ചപ്പോൾ കർത്താവ് ശീമോൻ പത്രോസിനെ നോക്കി പറഞ്ഞു, എനിക്ക് ഇപ്പോൾ എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവൻ എനിക്ക് 12-ലധികം ലെഗ്യോൻ ദൂതന്മാരെ തരും എന്ന്. ഇത് മത്തായി 26-ാം അധ്യായം 53-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. റോമൻ കണക്കനുസരിച്ച് 12 ലെഗ്യോനുകൾ എന്നാൽ 72,000 എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവമക്കളെ, അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളായ നമ്മെ ശുശ്രൂഷിക്കാൻ എത്ര ദൂതന്മാരുടെ ഒരു കൂട്ടം ഉണ്ടായിരിക്കുമെന്ന് സങ്കല്പിച്ചു നോക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 7-ാം വാക്യം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സദൃശ്യവാക്യങ്ങൾ 27, 28, 29 അധ്യായങ്ങൾ. വൈകുന്നേരം 2 കൊരിന്ത്യർ 10-ാം അധ്യായം. ആമേൻ.